പണിയില്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ എണീറ്റ് എന്തിനാ നടക്കാറില്ല. അപ്പോൾ ഞാൻ ചെന്നാൽ പിന്നെ എവിടെയെങ്കിലും പോകാൻ. അപ്പോൾ പിന്നെ ദീദി പറഞ്ഞാൽ എന്നാൽ പിന്നെ നമുക്ക് പെർച്ചിനി പോകാമെന്ന്. അങ്ങനെ പെർച്ചിനി പോകാൻ വേണ്ടി നമ്മൾ കെട്ടിയൊരുങ്ങി പോയാലും നമ്മൾ വിചാരിച്ച ബസ് പോയി. അങ്ങനെ കിട്ടിയ ബസ് നമ്മൾ കണ്ണൂരെത്തി നോക്കുമ്പോൾ നല്ല മഴ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു മഴയേനും. നമ്മൾ വിചാരിച്ച ഇന്നത്തെ ദിവസം മൂഞ്ചിന്ന് മഴയത്തിനെ കൂടെ എല്ലാം പിടിച്ച് അതിലോട്ട് നടക്കണ്ടേ, അതുകൊണ്ടാണ്. പിന്നെ പെർച്ചിനി എത്തുമ്പോഴത്തേക്കും മഴയൊന്നും ഇല്ലേനെ. നല്ല മഴ ആയതുകൊണ്ടാണെന്നൊന്നും അറിയില്ല, അവിടെ വലിയ തിരക്കൊന്നും ഇല്ലേ. നമ്മൾ വിചാരിച്ചു സമാധാനമായി, കുറച്ച് സമാധാനത്തോടെ നടന്ന് കളിക്കാമല്ലോ. എന്താണെന്നറിയില്ല ഗൈസ്, വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കും മേ ബി. ആടെ വലിയ തിരക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ദിവസം പോയാൽ വെച്ച് നോക്കുമ്പോൾ ഒരു തിരക്കും ഇല്ലേനു സത്യം പറഞ്ഞാൽ. അങ്ങനെ ആടെ കയറി ചായയെല്ലാം കുടിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് മെല്ലെ ആക്കാമല്ല, നമുക്ക് പോയിട്ട് വലിയ തിരക്കൊന്നും ഇല്ല. അങ്ങനെ ആടുന്ന ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അകത്തേരി. അകത്തും വലിയ തിരക്കൊന്നും ഇല്ലേനു ശരിക്കും പറഞ്ഞാൽ. ഏടി വലിയ തിരക്കൊന്നും ഇല്ല, നമ്മൾ കണ്ടെടുത്ത് വെച്ച് വലിയ തിരക്കൊന്നും ഇല്ലല്ലോ. അങ്ങനെ അകത്തെല്ലാം കയറി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് സമയം നടന്ന് കളിച്ച്. ആടെയാണെങ്കിൽ ഇന്ന് ബോട്ട് സർവീസ് ഒന്നും ഇല്ല, അതുകൊണ്ട് വലിയ രസമൊന്നും ഇല്ല ഞാൻ കാണാനൊന്നും. അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇവിടുന്ന് ബോറടിക്കുന്നതിനേക്കാൾ നല്ല ഫുഡിൻ്റെ കീഴിൽ പോയി ബോറടിക്കാൻ. ആടെ എത്തിയാലാണ് നമ്മൾ ആ സത്യം മനസ്സിലാക്കിയത്. ശരിക്കും ആടെ കുറേ ആളുണ്ടായിരുന്നു, അത് നമ്മൾ മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി. പിന്നെ ആടെ നിന്ന് ആളെ പറ്റിയെല്ലാം കുറച്ച് രണ്ട് പുയിപ്പെല്ലാം അടിച്ച് നിൽക്കുമ്പോഴത്തേക്ക് തന്നെ ക്യൂ എല്ലാം നീങ്ങാൻ തുടങ്ങിയേ. അങ്ങനെ ഒരു 1 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് കിട്ടീനെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ അവിടുത്തെ ചൂടുള്ള ചോറും ചൂടുള്ള സാമ്പാറും ഊതി തിന്നുമ്പോഴത്തേക്ക് കുറച്ച് സമയമായിനെ. പിന്നെ അവിടെ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മെല്ലെ തിന്നുകയും ചെയ്തിന്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് സമയം നടക്കാം, എന്തായാലും ഇവിടം വരെ വന്ന് വീട്ടിൽ പോയിട്ട് വലിയ കാര്യമില്ല, അതുകൊണ്ട് നമ്മൾ വെച്ച് കുറച്ച് സമയം നടന്ന് കളിക്കാം. നടക്കുമ്പോൾ ഓർമ്മ വന്നാൽ വീട്ടിൽ പോയി തിന്നാനൊന്നുമില്ല, അതുകൊണ്ട് ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് പോകാമെന്നായിരുന്നു നമ്മളെ പ്ലാൻ. അങ്ങനെ ഇവിടുന്ന് കുറച്ച് കുറിക്കേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് നടക്കാൻ പോയി. നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവിടെ പോയ സ്ഥലത്ത് കുറേ താമരെല്ലാം വിരിഞ്ഞിട്ടുണ്ടേ. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി ഗൈസ്. വീട്ടിലെത്തുമ്പോഴത്തേക്ക് തന്നെ നല്ല തലവേദന ഉണ്ടായി, അതുകൊണ്ട് ഒരു കട്ട്ലറ്റും ഒരു ഐസ്ക്രീമും തന്ന് തൃപ്തി അടങ്ങി ഞാൻ കിടന്നുറങ്ങി. എന്നാൽ ശരി.